ഹലോ ഫ്രണ്ട്സ്, വെൽക്കംസ് ടു എവറിത്തിങ് ഹാപ്പിനെസ് ചാനൽ. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾക്ക് കേരളത്തിലെ സ്പീഡ് റെയിൽവേ നിർമ്മാണത്തെപ്പറ്റി ചിന്തിക്കാം. ഇതിനു മുമ്പത്തെ ഗവൺമെൻറ് കേരയിൽ എന്ന് പറഞ്ഞ് ഒരു സെമി സ്പീഡ് റെയിൽവേ കൊണ്ടുവരാനുള്ള പ്ലാനൊക്കെ നടത്തി. പക്ഷേ പൊതുജനങ്ങളുടെ എതിർപ്പ് മൂലം അത് നടന്നില്ല. ജപ്പാനിൽ തുരുമ്പ് പിടിച്ച് കിടക്കുന്ന കുറച്ച് ബോഗികളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് കേരളത്തിൻ്റെ നടുക്ക് കൂടെ ഭൂമി അക്വയർ ചെയ്ത് മഫിയ പ്രവർത്തനം നടത്തി, റിയൽ എസ്റ്റേറ്റ് മഫിയ നടത്തി, പാർട്ടിയുടെ സ്വന്തക്കാരും പിണിയാളുകളും ധാരാളം പണമുണ്ടാക്കാനുള്ള ഒരു റിയൽ എസ്റ്റേറ്റ് മഫിയ പരിപാടിയായിരുന്നു ആ കൊള്ളറയിൽ അല്ലെങ്കിൽ കേരയിൽ. ഇപ്പോൾ നമ്മുടെ പുതിയ ഗവൺമെൻറ് വന്നിരിക്കുന്നവർ പുതിയൊരു റെയിൽ സിദ്ധാന്തവുമായിട്ട് വരുന്നുണ്ട്. സെമി സ്പീഡ് റെയിൽവേ. എം ശ്രീധരൻ്റെ പ്ലാനാണെന്നൊക്കെ പറയുന്നു. പക്ഷേ ശ്രീധരൻ്റെ പ്ലാൻ ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ബോംബെയിൽ നിന്ന് ഹൈദരാബാദിലേക്ക് അവിടുന്ന് തിരിച്ചുമുള്ള ഹൈസ്പീഡ് റെയിൽവേ വരുന്ന സ്ഥിതിക്ക് ഇവിടെ ഈ സെമി സ്പീഡ് റെയിൽവേ കൊണ്ട് കേരളത്തിലെ പോലെ സഞ്ചരിക്കുന്ന ജനങ്ങളുള്ള സഞ്ചാരപ്രിയരായ ജനങ്ങളുള്ള ഒരു നാട്ടിൽ സെമി സ്പീഡും കൊണ്ട് എന്താണുള്ളത്? ഇപ്പോഴത്തെ ട്രെയിൻ തന്നെ സ്പീഡ് കൂട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സെമി സ്പീഡിൽ പോകാവുന്നേ ഉള്ളൂ. അതിനാൽ ആ റെയിൽവേ ഒന്നും നമ്മുടെ കേരള ജനതയ്ക്ക് ഒരു ഗുണവും ചെയ്യുകയില്ല. അത് വെറുതെ 60,000 കോടി രൂപ അല്ലെങ്കിൽ 80,000 കോടി രൂപ പാഴാക്കുന്നതിന് തുല്യമാണ് സുഹൃത്തുക്കളെ. അതിനാൽ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക നിലവാരത്തിനൊപ്പമുള്ള ഹൈസ്പീഡ് റെയിൽവേ തന്നെയാണ് വേണ്ടത്. 300-350 കിലോമീറ്റർ പെർ ഹവറിൽ സഞ്ചരിക്കാൻ പറ്റുന്ന ഭൂമി കുറച്ച് അക്യൂർ ചെയ്തുകൊണ്ടിട്ടുള്ള ഏറ്റവും കൂടിയ ഹൈസ്പീഡ് മോഡേൺ റെയിൽവേ തന്നെയാണ് നമ്മുടെ കേരളത്തിന് ആവശ്യം. അത് നമ്മുടെ ഭരണകർത്താക്കൾക്ക് മനസ്സിലാകുമെന്ന് നമ്മൾ വിചാരിക്കാം. അതോടൊപ്പം ഏറ്റവും വലിയ ബിസിനസ് എന്ന് പറയുന്നത് ടൂറിസമാണ് സുഹൃത്തുക്കളെ. ടൂറിസം ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഇൻറ്റേർണൽ ടൂറിസം ആൻഡ് എക്സ്റ്റേണൽ ടൂറിസം ഡെവലപ്പ് ആകുന്നതിന് വേണ്ടി അതിസ്പീഡിലുള്ള ഗതാഗതം സുഗമമായി ഗതാഗതം നടത്തണമെങ്കിൽ ഒന്നെങ്കിൽ കടൽ മുഖേനയോ അല്ലെങ്കിൽ കര മുഖേനയോ അല്ലെങ്കിൽ വായു മുഖേനയോ എയർ മുഖേനയോ ആയിട്ടുള്ള ടൂറിസം ഡെസ്റ്റിനേഷൻസ് വേണം. ഇത് നമുക്ക് യൂറോപ്യൻ രാജ്യങ്ങളിലും മറ്റുള്ള രാജ്യങ്ങളിലും കാണാം. ഏറ്റവും കൂടുതൽ ടൂറിസത്തിൽ നിന്നാണ് അവിടെ വരുമാനമുണ്ടാക്കുന്നത്. ഉദാഹരണം, യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ, ഇറ്റലി, ഫിൻലാൻഡ്, നോർവേ, സ്വീഡൻ പോലെയുള്ള രാജ്യങ്ങൾ, ജപ്പാൻ, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങൾ, ഈവൻ മിഡിൽ ഈസ്റ്റ് തന്നെ ധാരാളം തൊഴിലവസരങ്ങളും ബിസിനസ് അവസരങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് ടൂറിസത്തിൽ കൂടിയാണ്. അതിന് ഈ ഫാസ്റ്റായിട്ടുള്ള ട്രെയിൻ സർവീസൊക്കെ തന്നെ അഭികാമ്യമാണ്. അതിനാൽ ഹൈസ്പീഡ് റെയിൽവേ തന്നെ വേണം. അതോടൊപ്പം തന്നെ കേരളത്തിലെ വിവിധ ജില്ലകളെ ബന്ധിച്ചിട്ടുള്ള ടൂറിസത്തിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ, ഉദാഹരണം വയനാട് തുരങ്കപാത, അതോടൊപ്പം തന്നെ മൈസൂരിലേക്കുള്ള കണക്ടിവിറ്റി, റോഡ് 766 വിപുലീകരിക്കുക, 4 വരി പാതയാക്കുക. അപ്പോൾ കർണാടക, കേരള, തമിഴ്നാടും ഒക്കെ ഇപ്പോൾ കോൺഗ്രസിന് സ്വാധീനമുള്ള ഇതാണ്. അപ്പോൾ DK ശിവകുമാറും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ പറഞ്ഞത് പോലെ തന്നെ ഗവൺമെൻറ് തുരങ്കപാത നിർമ്മിക്കുകയും അതോടൊപ്പം തന്നെ ഗതാഗതം സുഗമമാകുകയും ഇൻറ്റേർണൽ ടൂറിസവും എക്സ്റ്റേണൽ ടൂറിസവും ഡെവലപ്പാകുകയും കേരളത്തിൻ്റെ വരുമാന വർധനവിന് അത് കാരണമാകുകയും ജനങ്ങളുടെ പുരോഗതിക്ക് കാരണമാകുകയും ചെയ്യും. അതോടെ ഇപ്പോൾ തന്നെ കർണാടകയിൽ കോൺഗ്രസ് ഗവൺമെൻറ്റാണ്. DK ശിവകുമാറൊക്കെ പറഞ്ഞ മാതിരി 766 വികസിപ്പിച്ച് മൈസൂറുമായിട്ടുള്ള കോഴിക്കോടിൻ്റെ കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുകയും സഞ്ചാര സ്വാതന്ത്ര്യം സുഗമമാക്കുകയും ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് ടൂറിസം ഡെവലപ്മെൻറ്റിന് കാരണമാകും. അത് ബിസിനസ് ഡെവലപ്മെൻറ്റിനും ജനങ്ങളുടെ പുരോഗതിക്കും യാത്രാ പുരോഗതിക്കും എല്ലാം രാജ്യത്തിൻ്റെ തന്നെ പുരോഗതിക്കും കാരണമാകും സുഹൃത്തുക്കളെ. ഇക്കാര്യമൊക്കെ ഗവൺമെൻറ് ശ്രദ്ധിക്കുമെന്ന് നമുക്ക് കരുതാം. അല്ലാതെ ലോ സ്പീഡും പഴയ ട്രെയിനും കൊണ്ടൊന്നും യാതൊരു കാര്യമില്ല. അത്യാധുനികമായ ഹൈസ്പീഡ് ട്രെയിനൊക്കെയാണ് ഉണ്ടാകേണ്ടത്. അതോടെ നിലമ്പൂരിൽ നിന്ന് മൈസൂരിലേക്കുള്ള നഞ്ചൻകോടിലേക്കുള്ള റെയിൽവേ പാതയൊക്കെ പൂർത്തിയാക്കുകയും ഇതിനൊക്കെ ഗവൺമെൻറ് സത്വരമായി പരിശ്രമിക്കും. അവർ പറഞ്ഞ വാക്കുകൾ പാലിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. അങ്ങനെ ഗവൺമെൻറ് സത്വരമായ നടപടികളിലൂടെ കേരളത്തിൻ്റെയും രാജ്യത്തിൻ്റെയും ജില്ലകളുടെയും എല്ലാം സത്വരമായ വികസനത്തിന് കാരണമാകേണ്ട ഈ ത്വരിതഗതിയിലുള്ള സഞ്ചാര വികസനം, റോഡുകളും കണക്ടിവിറ്റികളും ഒക്കെ നടത്തുമെന്ന് നമുക്ക് കരുതാം. വളരെ അത്യാവശ്യമായിട്ട് കേരള ജനതയ്ക്ക് ആവശ്യമാണ് ഒരു ഹൈസ്പീഡ് റെയിൽ. കേരളത്തിലെ ജനങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വിദ്യാസമ്പന്നരായ ലോക നിലവാരമുള്ള ആൾക്കാരാണ്. ആ നിലവാരമാണ് ഇപ്പോൾ കണ്ടത്. തട്ടിപ്പ് തരികിട കൊള്ള ഗവൺമെൻറ്റിനെ 10 വർഷം
ഭരിച്ചു മുടിച്ച ഗവൺമെൻറ്റിനെ തൂത്തെറിഞ്ഞുകൊണ്ട് ഇത് ചരിത്രത്തിൽ നിന്ന് തന്നെ തൂത്തെറിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. ഉയർത്തെഴുന്നേൽക്കാൻ മാതിരി തോൽപ്പിച്ചു എന്ന് തന്നെ പറയാം. അപ്പോൾ ഈ അവസരങ്ങൾ മുതലെടുത്തുകൊണ്ട് ഗവൺമെൻറ് സത്വരമായി പ്രവർത്തിക്കുമെന്ന് നമുക്ക് വിചാരിക്കാം. ടെക്നോക്രാറ്റുകളെയും അതിനെപ്പറ്റിയുള്ള കമ്മീഷനെയൊക്കെ വെച്ച് എത്രയും പെട്ടെന്ന് ഗവൺമെൻറ് ഈ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തും. അതോടൊപ്പം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള നദികളുടെയും കായലുകളുടെ കൂടെയുള്ള സഞ്ചാരമൊക്കെ സുഗമമാക്കി ലോ കോസ്റ്റിൽ കേരളത്തിലെ ടൂറിസം വികസനത്തിന് അത് വളരെ സഹായകരമാവും. ആ പദ്ധതിയൊക്കെ പുനർജീവിപ്പിച്ച് നടപ്പിൽ വരുത്തും. ഒരു വികസിത കേരളം സ്വപ്നം കാണുന്നൊരു മുഖ്യമന്ത്രിയാണ് നമുക്കുള്ളത്, വി ഡി സതീശൻ സാർ. അദ്ദേഹം പലവട്ടം ഇത് പറഞ്ഞിട്ടുണ്ട് വർഷങ്ങളിൽ കൂടിയൊക്കെ. അതൊക്കെ നടപ്പിൽ വരുത്തും. നമ്മുടെ പ്രതീക്ഷകൾക്ക് ഉണർവേകും. നമ്മുടെ കുട്ടികൾക്ക് ഇവിടെ തന്നെ ജോലി കിട്ടും. വിദേശങ്ങളിലേക്ക് പോയി അടിമവേല ചെയ്യണ്ട. അതേപോലെ സംസ്ഥാനത്തിൻ്റെ റവന്യൂ വളരെയധികം വർദ്ധിക്കും. രാജ്യത്തിൻ്റെ നമ്മുടെ കേരളത്തിലെ ജനത ചിന്തിച്ച പോലെ തന്നെ സാധാരണക്കാരായ ജനങ്ങൾ ചിന്തിച്ച പോലെ തന്നെ ഗവൺമെൻറ് ചിന്തിക്കും. അതിനുള്ള നടപടികൾ കൈക്കൊള്ളുമെന്ന് നമുക്ക് വിചാരിക്കാം. നന്ദി, നമസ്കാരം സുഹൃത്തുക്കളെ. താങ്ക് യു. ഔട്ട്.